ജോലിയുടെ കാര്യം മാത്രമല്ല, മാനസികമായി ഞാൻ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അമ്മയുടെ അടുത്ത് ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അമ്മേനെ ഞാനൊന്ന് എനിക്ക് ഒരുപാട് സമാധാനം കിട്ടുമെന്നുള്ള ഇത് ഓർത്തിട്ട് ഞാൻ മനസ്സിൽ അവിടെ കിടന്നുകൊണ്ട് തന്നെ വിചാരിച്ച് എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് വരണം. കൃപാസന എവിടെയാണെന്നോ ആലപ്പുഴയിലോട്ട് ഞാൻ ഇതുവരെ വേറൊരു ജില്ലയിലോട്ട് ഞാൻ പോയിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് ബ്രദറിൻ്റെ അടുത്ത് എനിക്ക് കൃപാസനത്തിൽ പോകണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ കിടന്ന് അമ്മയുടെ അടുത്ത് എപ്പോൾ ഞാൻ വരാം, ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ എപ്പോൾ വരാമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചോ ആ നിമിഷം ഞാൻ നോക്കിയപ്പോൾ ഞാൻ നിവർന്നാണ് കിടക്കുന്നത്. എനിക്ക് തലകറക്കം ആ നിമിഷം തന്നെ സ്വിച്ച് ഇങ്ങനെ ഓഫ് ചെയ്ത പോലെ ആയിപ്പോയി. എനിക്ക് തലകറക്കം നിന്ന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അമ്മേനോട് പറഞ്ഞ് എഴുന്നേക്കാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ എഴുന്നേറ്റ് ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ വന്നു. ഒരു ശനിയാഴ്ച അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എങ്ങനെ എടുക്കണോ എനിക്കൊന്നും അറിയില്ല. പക്ഷേ അമ്മ ഈ തലകറക്കം ആയിട്ട് കിടന്ന എന്നെ എഴുന്നേപ്പിച്ച് ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കണം എന്നുള്ളൊരു ഉറപ്പെൻ്റെ മനസ്സിൽ അമ്മ എനിക്കൊരു ധൈര്യം തന്നു. അങ്ങനെ മെയ് 18, 2024 ഞാനിവിടെ വന്ന് എൻ്റെ മോളുടെ കൂടെ വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഈ തലകറക്കമായിട്ട് കിടന്നിരുന്ന ഇതൊന്നും എനിക്ക് ഒരു ക്ഷീണവും തോന്നിയില്ല. ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുക്കണവരെയും ഞാൻ വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. എനിക്ക് കൈകാലൊക്കെ വിറവൽ വരുന്ന ഒരാളാണ്. ഈ തലകറക്കം ഫുഡ് കഴിച്ചില്ലെങ്കിൽ അങ്ങനെ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ്. പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇത്രയും നേരം 11 ക്ലാസ്സിന് കയറിയത് ഇത്രയും നേരമൊക്കെ ഞാൻ നിന്നെന്നുള്ളതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അമ്മ എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു കൃപ തന്ന്. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ ആ തലകറക്കം പിന്നെ എനിക്ക് സീരിയസ് ആയിട്ട് വന്നിട്ടേ ഇല്ല. ഇന്നും ഇപ്പോൾ ഈ ഉടമ്പടി എടുത്ത് 4-4.5 മാസമായി. ഞാനൊരു ദിവസം ഒരു പ്രാവശ്യം പുതുക്കി. എനിക്ക് ഇതുവരെ പിന്നെ തലകറക്കം വന്ന് ഞാൻ വീഴുകയൊക്കെ കിടക്കേണ്ട അവസ്ഥ ഇന്നേ വരെ അമ്മ എനിക്ക് വരുത്തിയിട്ടില്ല. ആ ഇയർ ബാലൻസ് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഇയർ ബാലൻസ് അതോടെ അങ്ങ് മാറിക്കിട്ടി. പിന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ 2023 മാർച്ച് 13 എനിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. പല്ല്, അത് ഈ വിസ്റ്റം ടീത്തിൻ്റെ ഒരു സർജറിയാണ്. അതിങ്ങനെ പല്ല് ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കിടന്നിരുന്നത്. എനിക്കൊരു കേട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനത് അപ്പോൾ സർജറി ചെയ്തപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് 2 ദിവസം കൊണ്ട് മാറും കുറയും എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് നീരും ഒരുപാട് പ്രശ്നങ്ങളും വായ തുറക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ മരുന്ന് വന്നു. ഞാൻ ഡെയിലി ആ മരുന്ന് കഴിക്കും. എനിക്ക് അന്ന് മുതൽ ഈ സർജറി ചെയ്ത നിമിഷം മുതൽ എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്തത്. ലെഫ്റ്റ് സൈഡിലെ നാവ് മൊത്തം മരവിച്ചിരിക്കുന്നത് കൂടാണ്ട് എനിക്ക് ഉപ്പ് മനസ്സിലാവില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് ഒരു തവണ അല്ല പല തവണ പോയി 1.5 വർഷം ഞാൻ മരുന്ന് കഴിച്ചു അതിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഒരു മാറ്റം